we have seen definitions of two different physiological states, that one is wakefulness and the next is sleep. And we saw in during wakefulness we are alert, we are physiologically aroused, and there is complete absence of sleep. And sleepil എന്താണ് സംഭവിക്കുന്നത് നമ്മൾ കണ്ടു, brain is in a synthetic mode, as well as our physical activity is very much limited. അങ്ങനത്തെ ഒരു resting phase ആണ് sleep എന്ന് വിളിക്കുന്നത്. And now let's see what all regions in our brain contribute to wakefulness, അല്ലെങ്കിൽ എന്തൊക്കെ മെക്കാനിസംസ് ആണ് നമുക്ക് നമ്മളിൽ wakefulness കൊണ്ടുവരാൻ വേണ്ടി വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതാണ് ന്യൂറൽ സബ്സ്ട്രേറ്റ് ഫോർ wakefulness കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ആദ്യമേ എക്സ്പെരിമെന്റ്സ് നടത്തിയിട്ടാണ് ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് ആദ്യം ആ രണ്ട് എക്സ്പെരിമെന്റ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം ബ്രെയിൻ ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 ഡിഫറെൻറ്റ് പാർട്സ് അല്ലേ. അപ്പോൾ ഒന്ന് ഫോർ ബ്രെയിൻ ആണ് നമുക്കറിയാം. ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന എല്ലാം ഫോർ ബ്രെയിൻ്റെ പാർട്സ് ആണ്. ആൻഡ് ദ ഗ്രീൻ കളർ ഇസ് ഡിനോട്ടിങ് ദ മിഡ് ബ്രെയിൻ, ആൻഡ് ദ ഹൈൻഡ് ബ്രെയിൻ ഇസ് ഡിനോട്ടഡ് ബൈ ദ യെല്ലോ റീജിയൻ. അപ്പോൾ നമുക്കറിയാം ഹൈൻഡ് ബ്രെയിൻ താഴേക്ക് പോയിട്ട് എന്തായിട്ട് മാറുകയാണ് അത് ചെയ്യുന്നത്, ഇറ്റ് ബിക്കംസ് എ സ്പൈനൽ കോഡ്. അപ്പം അങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിൻ്റെ ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ വേക്ക്ഫുൾനെസ് പ്രൊമോട്ട് ചെയ്യുന്ന റീജിയൻസ് ഓഫ് ദ ബ്രെയിൻ അത് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തത് ആദ്യം ട്രാൻസെക്ഷൻ എക്സ്പെരിമെന്റ്സ് ആണ്. ട്രാൻസെക്ഷൻ മീൻസ് ട്രാൻസ്വേഴ്സ് കട്ട്, അതായത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു കട്ട് മേക്ക് ചെയ്യുക, ഒരു ലീഷൻ മേക്ക് ചെയ്യാണ് ബ്രെയിനിൽ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ചെയ്തത് ഈ മിഡ് ബ്രെയിനിലൂടെ ഒരു കട്ട് ഉണ്ടാക്കി. ഇതാണ് മിഡ് ബ്രെയിൻ. മിഡ് ബ്രെയിനിലൂടെ ഒരു ട്രാൻസ്വേഴ്സ് ആയിട്ട്, അതായത് ഹൊറിസോണ്ടൽ ആയിട്ടൊരു കട്ട് ഫോം ചെയ്തു. അപ്പോൾ നമുക്കറിയാം അപ്പോൾ എന്താണ് ചെയ്തത്, ഇറ്റ് ഡിറ്റാച്ച് ദ ഹയർ റീജിയൻ ഓഫ് ദ ബ്രെയിൻ ഫ്രം ദ ലോവർ റീജിയൻ. ഹയർ റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോർ ബ്രെയിനും മിഡ് ബ്രെയിനും ഹയർ റീജിയൻ ആണ്. അതിന് തൊട്ട് താഴെയുള്ള റീജിയൻ ആയിരുന്നു ഹൈൻഡ് ബ്രെയിൻ. അപ്പോൾ ഇവിടെ ഈ കട്ട് ഉണ്ടാക്കിയപ്പോൾ എന്താ സംഭവിച്ചത്, ഇറ്റ് ഡിറ്റാച്ച് ദ ഹയർ റീജിയൻ ഓഫ് ദ ബ്രെയിൻ ഫ്രം ദ ലോവർ റീജിയൻസ്. അങ്ങനെയാണ് അവിടെ സംഭവിച്ചത്. അപ്പം ഈ പറയുന്ന ഇവിടെ ഈ മിഡ് ബ്രെയിനിലൊക്കെയാണ് എന്തൊക്കെ ഉള്ളത്, ഹൈപ്പോതലാമസും തലാമസും ഒക്കെ ഇരിക്കുന്നത്. ആൻഡ് വി ഹാവ് ഓൾറെഡി സ്റ്റഡി ഡിഫറെൻറ്റ് pathways, sensory pathways like visual pathway as well as auditory pathway. അപ്പോൾ നമ്മൾ ആ ഒരു ട്രാക്റ്റിനെ കുറിച്ചൊക്കെ പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി, അതായത് ഈ ഹൈൻഡ് ബ്രെയിനിൽ കൂടെ, അതായത് ബ്രെയിൻ സ്റ്റെമ്മിലൂടെ ഈ സെൻസറി ഇൻഫർമേഷൻസ് ട്രാവൽ ചെയ്ത് എവിടെ എത്തും, മിഡ് ബ്രെയിനിലെത്തും. അവിടെ മെയിനായിട്ടും തലാമസിലേക്കാണ് പോവാറ്. അപ്പോൾ തലാമസ് എന്താണ് ചെയ്യുന്നത്, തലാമസിൽ വെച്ചിട്ടാണ് ഈ ഇൻഫർമേഷൻ, തലാമസിൽ എത്തിയതിന് ശേഷമാണ് ഇത് തലാമസ് ഇറ്റ് വിൽ റിലേ ദാറ്റ് ഇൻഫർമേഷൻ ടു ദ ഹയർ ബ്രെയിൻ സെൻറ്റേഴ്സ്. അപ്പോൾ എങ്ങോട്ടേക്കാണോ ഇൻഫർമേഷൻ പോകേണ്ടത് അവിടേക്ക് കൊണ്ട് റിലേ ചെയ്യുന്നത് ആരാണ്, തലാമസ് ആണ്. ഓക്കെ. അപ്പോൾ നമുക്കറിയാം ഈ താഴേന്ന് വരുന്നത് ഓഡിറ്ററി ഇൻഫർമേഷൻ ആണെന്ന് വിചാരിക്കുക. അതെവിടെയാണ് എൻഡ് ചെയ്യേണ്ടത്, ഇറ്റ് ഹാസ് ടു എൻഡ് ഇൻ ദ ഓഡിറ്ററി കോർട്ടെക്സ് ഫോർ ഫർദർ പ്രോസസ്സിങ്. ഇനി വിഷ്വൽ ഇമ്പൾസസ് ആണ് വരുന്നതെങ്കിലോ, വിഷ്വൽ ഇൻഫർമേഷൻ ആണ് വരുന്നതെങ്കിലോ, ഇറ്റ് ഹാസ് ടു എൻഡ് ഇൻ ദ വിഷ്വൽ കോർട്ടെക്സ്. അപ്പോൾ എവിടേക്കാണോ ഓരോ ഇൻഫർമേഷനും പോകേണ്ടത്, തലാമസ് ആണ് ഓരോ സ്ഥലത്തേക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, അതിനെ റിലേ ചെയ്യുന്നത്. അപ്പോൾ ഈ കട്ട് ഉണ്ടാക്കിയത് കാരണം എന്ത് സംഭവിച്ചു, ഇറ്റ് ഡിറ്റാച്ച് ദ ഹയർ ബ്രെയിൻ സെൻറ്റേഴ്സ് ഫ്രം ദ ലോവർ ബ്രെയിൻ സെൻറ്റേഴ്സ്. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക ഇവിടെ, ഈ ഒരു എക്സ്പെരിമെൻ്റ് നടത്തിയതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഇത് ക്യാറ്റിലാണ് ആക്ച്വലി പെർഫോം ചെയ്തത്. ക്യാറ്റിൽ പെർഫോം ചെയ്തൊരു എക്സ്പെരിമെൻ്റ് ആണിത്. അപ്പോൾ ക്യാറ്റിൽ കണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞ ഒരു ക്യാറ്റ് ഈ എക്സ്പെരിമെൻറ്റിൻ്റെ ആ ഒരു ട്രോമയൊക്കെ റിക്കവർ ചെയ്തതിന് ശേഷവും ഈ ആനിമൽ എപ്പോഴും ഒരു സ്റ്റേറ്റ് ഓഫ് സ്ലീപ്പിലായിരുന്നു. അല്ലെങ്കിൽ അത് വെയ്ക്ക് ആയിരിക്കുന്നത് വളരെ ബ്രീഫായിട്ടുള്ള ഒരു പീരീഡിലേക്ക് മാത്രമേ അത് വേക്ക്ഫുൾ ആയിരുന്നുള്ളൂ. ബാക്കി അതിൻ്റെ ഭൂരിഭാഗം സമയം, മെജോറിറ്റി ഓഫ് ദ ടൈം ഇറ്റ് സ്പെൻഡ് ഇൻ സ്ലീപ്പിംഗ്. അത് ഉറക്കമായിരുന്നു എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ. അതായിരുന്നു ആദ്യത്തെ എക്സ്പെരിമെൻ്റ്. ഇനി രണ്ടാമത് മറ്റൊരു ട്രാൻസാക്ഷൻ എക്സ്പെരിമെൻ്റ് കൂടി ചെയ്തു. അവിടെയും കട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ദിസ് ടൈം ദ കട്ട് വാസ് മെയ്ഡ് ബിയോണ്ട് ദ മെഡുല ഒബ്ലോങ്കേറ്റ. അതായത് ഈ ഹൈൻഡ് ബ്രെയിൻ ചെന്ന് അവസാനിച്ച് സ്പൈനൽ കോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്താണ് എന്തുണ്ടാക്കിയത്, കട്ട് ഫോം ചെയ്തത്. അപ്പോൾ ക്യാറ്റിൽ ഒബ്സർവ് ചെയ്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓൾദോ സെൻസറി ഇൻഫർമേഷൻ ഒന്നും കിട്ടില്ല. കാരണം എന്താ, സ്പൈനൽ കോഡിൽ നിന്നാണ് സെൻസറി ഇൻഫർമേഷൻ മുകളിലേക്ക് പോയിരുന്നത് അല്ലേ. അപ്പം സെൻസറി ഇൻഫർമേഷൻസ് കംപ്ലീറ്റ്ലി ബ്ലോക്ക്ഡ് ആയി. പക്ഷേ ദ ആനിമൽ ഷോഡ് നോർമൽ സ്ലീപ്പ് വേക്ക് സൈക്കിൾ. ആനിമലിന് സെൻസറി ഇൻഫർമേഷൻ കിട്ടുന്നില്ല, പക്ഷേ നോർമൽ ആയിട്ടുള്ള സ്ലീപ്പ് വേക്ക് സൈക്കിൾ ആനിമൽ എക്സിബിറ്റ് ചെയ്തു. ഓക്കെ. അപ്പോൾ ഇവിടെ വെച്ച് കട്ട് ചെയ്തപ്പോൾ
ആനിമൽ പേഴ്സിസ്റ്റന്റ് ആയിട്ട് സ്ലീപ്പിലേക്ക് പോയി. താഴെ കട്ട് ചെയ്തപ്പോൾ നോർമൽ ആയിട്ടുള്ള സ്ലീപ്പ് വേക്ക് സൈക്കിൾ എക്സിബിറ്റ് ചെയ്തു. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഈ പറയുന്ന ഇത്രയും റീജിയണ് എന്തോ ഒരു റോള് വേക്ക്ഫുൾനെസ്സിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ? കാരണം ഇത് റീറ്റെയിൻ ചെയ്തപ്പോൾ എന്ത് പറ്റി? നോർമൽ വേക്ക് സ്ലീപ്പ് സൈക്കിൾസ് എക്സിബിറ്റ് ചെയ്യാൻ പറ്റി. പക്ഷെ ഇത് ലോസ് ആയി കഴിഞ്ഞപ്പോൾ വേക്ക്ഫുൾനെസ് ഇവോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ വേക്ക്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു കാര്യം ആനിമൽ കാണിച്ചതേ ഇല്ല. അപ്പോൾ ഇത്രയും റീജിയണിന് വേക്ക്ഫുൾനെസ് ഇവോക്ക് ചെയ്യാൻ പറ്റുന്ന എന്തോ ഒരു കാര്യമുണ്ട്. ഈ റീജിയന്റെ ജോലി എന്ന് പറയുന്നത് സിംപ്ലി റിലേ ഓഫ് ഇൻഫർമേഷൻ മാത്രമല്ല, ബട്ട് ഇറ്റ് ഹാസ് ദ കപ്പാസിറ്റി ടു എലിസിറ്റ് സംതിങ് ദാറ്റ് ക്യാൻ ഇൻവോക്ക് വേക്ക്ഫുൾനെസ്. അതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യം. മിഡ് ബ്രെയിൻ does more than just relay sensory information. It has its own mechanism to promote wakefulness. Okay, ഇതാണ് നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. Now let's see what are the actual mechanisms or actual parts which contribute to wakefulness. അപ്പം a cut through midbrain decreases arousal by damaging the reticular formation. നമ്മൾ ആദ്യമേ പറഞ്ഞ കാര്യമാണ് അറൗസലിന് ആരാണ് റെസ്പോൺസിബിൾ? ബ്രെയിൻ സ്റ്റെമ്മിലുള്ള ഒരു നെറ്റ്വർക്ക് ഓഫ് ന്യൂറോൺ ആണ്, ഒരു സിസ്റ്റമാണ്. അതിൻ്റെ പേരാണ് റെറ്റിക്കുലാർ ഫോർമേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് കുറേ ബ്രാഞ്ചസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിലൊരു ബ്രാഞ്ചാണ് അസെൻഡിങ് റെറ്റിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം. സോ ആ ARAS ആണ് അറൗസലിന് റെസ്പോൺസിബിൾ എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ പറയുന്ന ആദ്യത്തെ എക്സ്പെരിമെന്റിൽ അവിടെ നിന്നുള്ള ഇൻഫർമേഷനെ കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വേക്ക്ഫുൾനെസ് അല്ലെങ്കിൽ നമ്മൾ ആനിമലിന്റെ കോർട്ടെക്സിലേക്ക് വേക്ക്ഫുൾനെസ് എന്ന് പറയുന്ന ആ ഒരു സിഗ്നൽ കൊണ്ടുപോകുന്ന റീജിയൻ കട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ അവിടെ ആയിട്ടുള്ള ആ ഒരു കണക്ഷൻ മുറിച്ചു കളഞ്ഞു. അപ്പോൾ എന്താ പറ്റുക? വേക്ക്ഫുൾനെസ് ഇവോക്ക് ചെയ്യാൻ കോർട്ടിക്കൽ സെന്റേഴ്സ് അല്ലെങ്കിൽ ബ്രെയിനിന്റെ ഹയർ റീജിയനിലേക്ക് നമ്മളെ ഉണർത്താനുള്ള സിഗ്നൽസ് ഒന്നും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷൻ അവിടെ നടക്കില്ല. അപ്പോൾ എന്താ പറ്റുക? വേക്ക്ഫുൾനെസ് ആനിമലിന് ഉണ്ടാവില്ല. ഇനി മറ്റൊരു സയന്റിസ്റ്റ് ആണ് എന്ത് ചെയ്തത്? that is Marosi and Magon. അവരാണ് എന്ത് പ്രൊപ്പോസ് ചെയ്ത്? റെറ്റിക്കുലർ ഫോർമേഷൻ ന്യൂറോൺസ് വിത്ത് അസെൻഡിങ് ആക്സോൺസ് ആർ വെൽ സ്യൂട്ടഡ് ടു റെഗുലേറ്റ് അറോസൽ. അപ്പോൾ അത് തന്നെയാണ് കാര്യം. റെറ്റിക്കുലർ ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ട് ഹൈൻഡ് ബ്രെയിനിൽ ഒരു കോംപ്ലക്സ് ഓഫ് ന്യൂറോൺസ് ഉണ്ട്, ഒരു നെറ്റ്വർക്ക് ഓഫ് ന്യൂറോൺസ് ഉണ്ട്. റെറ്റിക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നെറ്റ്വർക്ക് എന്നാണ് അർത്ഥം. ഓക്കെ, സോ ദർ ഇസ് എ നെറ്റ്വർക്ക് ഓഫ് ന്യൂറോൺ ദാറ്റ് ഇസ് പ്രസന്റ് ഇൻ ദ ഹൈൻഡ് ബ്രെയിൻ ആൻഡ് എ പെർട്ടിക്കുലർ ബ്രാഞ്ച് ഓഫ് ദാറ്റ് നെറ്റ്വർക്ക് നോൺ as the ascending reticular activating system or those axons are suited to regulate arousal എന്നാണ് ഈ രണ്ട് സയന്റിസ്റ്റുകളും പ്രൊപ്പോസ് ചെയ്യുന്നത്. സോ റെറ്റിക്കുലർ ഫോർമേഷന്റെ ഒരു പാർട്ട്, ഇനിയുള്ള പല പാർട്സിനെ കുറിച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിൽ ഒരു പാർട്ടാണ് പോണ്ടോമീസെൻസെഫലോൺ. അതായത് ഈ വേർഡ് ഒറിജിനേറ്റ് ചെയ്തത് പോൺസ് എന്ന് പറയുന്ന ബ്രെയിൻ്റെ റീജിയൻ ഉണ്ടല്ലോ, അതുപോലെ മീസെൻസെഫലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? മിഡ് ബ്രെയിൻ ആണ്. അപ്പം പോണ്ടോമീസെൻസെഫലോൺ എന്ന് പറയുന്ന ഈ ഏരിയ, ഈ കാണുന്ന ബ്രാഞ്ചിനെയാണ് പോണ്ടോമീസെൻസെഫലോൺ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഒറിജിനേറ്റഡ് ഫ്രം ദ പോൺസ് ആസ് വെൽ as ആ ടേം ഒറിജിനേറ്റ് ചെയ്തത് പോൺസിൽ നിന്നും മീസെൻസെഫലൻ എന്ന് പറഞ്ഞാൽ മിഡ് ബ്രെയിൻ ആണ്. അപ്പോൾ ആ രണ്ട് വേർഡ്സും കൂടെ ചേർന്നിട്ടാണ് ആ ഒരു പോണ്ടോമീസെൻസെഫലൻ എന്ന് പറയുന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തത്. ഇനി ഈ റീജിയന്റെ റോൾ എന്താണെന്ന് നോക്കാം. വേക്ക്ഫുൾനെസ്സിൽ ആ റീജിയന്റെ റോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഈ പോണ്ടോമീസെൻസെഫലന്റെ ന്യൂറോൺസ് ദേ റിസീവ് ഇൻപുട്ട് ഫ്രം മെനി സെൻസറി സിസ്റ്റംസ്. അപ്പോൾ ഞാൻ പറഞ്ഞു താഴേന്ന് മുകളിലേക്ക് സെൻസറി ഇൻപുട്സ് വരുമെന്ന് പറഞ്ഞു. അതുപോലെ ആ വരുന്ന ഇൻപുട്സ് ആരും റിസീവ് ചെയ്യുന്നുണ്ട്, പോണ്ടോമീസെൻസെഫലോണും റിസീവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ദേ ഓൾസോ ജനറേറ്റ് ആക്ടിവിറ്റി ഓഫ് ദെയർ ഓൺ. അവർ തന്നെ കുറച്ച് ആക്ടിവിറ്റി അവർ തന്നെ ജനറേറ്റ് ചെയ്യുന്നുണ്ട് സ്വന്തമായിട്ട്. അത് നമ്മളുടെ സർക്കേഡിയൻ ഋതവുമായിട്ട് വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഋതമാണ് ഈ പറയുന്ന പോണ്ടോമീസെൻസെഫലോൺ സ്വന്തമായിട്ട് ചെയ്യുന്നത്. അപ്പം സെൻസറി ഇൻഫർമേഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്നു, ആസ് വെൽ as അവർ തന്നെ കുറച്ച് ഇമ്പൾസസ് പ്രൊഡ്യൂസും ചെയ്യുന്നുണ്ട്. ഇനി ഇവരിൽ നിന്നുള്ള ആക്സോൺ, അതായത് പോണ്ടോമീസെൻസെഫലോണിൽ നിന്ന് വരുന്ന ആക്സോണ് ഫോർ ബ്രെയിനിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. ഇനി അതിലെ ചില സെൽസ്, ഈ പോണ്ടോമീസെൻസെഫലോൺ അതിൽ നിന്ന് വരുന്ന ആക്സോൺസിൽ ഉള്ള ചില ന്യൂറോൺ സെൽസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഗാബ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഗാമ അമിനോ ബ്യൂട്രിക് ആസിഡ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. സോ ഞാൻ പറഞ്ഞു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് രണ്ട് തരത്തിലുണ്ട്. ദേ ക്യാൻ ബി എക്സൈറ്റേറ്ററി ആസ് വെൽ as ഇൻഹിബിറ്ററി എന്ന് പറഞ്ഞു.
If an excitatory neurotransmitter is produced, what happened? It elicits an excitation in the next neuron. If it is an inhibitory neurotransmitter, what happens? It will inhibit further transmission of the nerve impulse. Further impulse conduct ചെയ്യുന്നത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യുക. And speaking about GABA, GABA is an inhibitory neurotransmitter. അപ്പോൾ GABA പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പോണ്ടോമീസൻ സെഫ്ലോണിൻ്റെ ചില ന്യൂറോൺസ്, അതിൽ നിന്ന് വരുന്ന ചില ന്യൂറോൺസ് ഗാബ പ്രൊഡ്യൂസ് ചെയ്യും. ഗാബ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇൻഹിബിറ്റ്സ് ബിഹേവിയർ ആൻഡ് പ്രൊമോട്ട്സ് സ്ലോ വേവ് സ്ലീപ്പ്. അപ്പോൾ സ്ലോ വേവ് സ്ലീപ്പ് എന്ന് പറയുന്നത് സ്ലീപ്പിൻ്റെ ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് ആണ്. അപ്പോൾ സ്ലീപ്പിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് ഈ ഗാബ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ചെയ്യുന്നത്. ഇനി മറ്റ് പല സെൽസ്, ഈ ആക്സോൺസിലെ മറ്റൊരു ഗ്രൂപ്പ് ഓഫ് സെൽസ് റിലീസ് ചെയ്യുന്നത് മറ്റ് പല ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. അതായത് അസറ്റൈൽ കോളിൻ റിലീസ് ചെയ്യാം, ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്, അതുപോലെ ഡോപ്പമിൻ മറ്റൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. സോ അവരെല്ലാം കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇഫക്റ്റ് എന്ന് പറയുന്നത് അറൗസലാണ്. ഓക്കെ, സോ ആ അറൗസൽ എവിടേക്കാണ് ഈ പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇറ്റ് ക്യാൻ അറൗസ് ദ ഹൈപ്പോതലാമസ്, തലാമസ് ആൻഡ് ബേസൽ ഫോർബ്രെയിൻ. അപ്പോൾ ഈ 3 റീജിയണിലും അറൗസൽ ഇവോക്ക് ചെയ്യാനായിട്ട് ഈ പറയുന്ന എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് പറ്റും. ദേ ആർ അസറ്റൈൽ കോളിൻ, ഗ്ലൂട്ടാമേറ്റ് ഓർ ഡോപ്പമിൻ. ഓക്കെ, അപ്പോൾ പോണ്ടോമീസൻ സെഫ്ലോൺ 2 തരം ആക്സോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരിൽ അതിൽ നിന്ന് വരുന്ന ആക്സോൺസിൽ 2 ഗ്രൂപ്പ് ഓഫ് സെൽസ് ഉണ്ട്. ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ഗാബ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് സ്ലീപ്പാണ് ഇവോക്ക് ചെയ്യുന്നത്. ഒരു സെറ്റ് ഓഫ് ന്യൂറോൺസ് പലതരം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അസറ്റൈൽ കോളിൻ, ഗ്ലൂട്ടാമേറ്റ്, ഡോപ്പമിൻ. ഈ 3 ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും എക്സൈറ്റേറ്ററി ആണ്. അവർ ഹൈപ്പോതലാമസിനെയും തലാമസിലെയും ബേസൽ ഫോർബ്രെയിനിലും വേക്ക്ഫുൾനെസ് ആണ് ഇവോക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒരു ന്യൂറൽ സബ്സ്ട്രേറ്റ് ആണ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദി റെറ്റിക്കുലർ ഫോർമേഷൻ ദാറ്റ് ഇവോക്ക് ബോത്ത് വേക്ക്ഫുൾനെസ് ആസ് വെൽ ആസ് സ്ലീപ്പ്. ഇനി അടുത്തൊരു പാർട്ടാണ് ലോക്കസ് സെറൂലിയസ്. ലോക്കസ് സെറൂലിയസ് എന്ന് പറയുന്നത് ദേ ഓൾസോ എമിറ്റ് ബേസ്റ്റ് ഓഫ് ഇമ്പൾസസ് ഇൻ റെസ്പോണ്ട് ടു മീനിങ്ഫുൾ ഇവന്റ്, എസ്പെഷ്യലി ദാറ്റ് പ്രൊഡ്യൂസ് ഇമോഷണൽ അറൗസൽ. ഇപ്പോൾ ഇമോഷണലി അറൗസിങ് ആയിട്ടുള്ള സ്റ്റിമുലൈ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ലോക്കസ് സെറൂലിയസ് എന്ന് പറയുന്ന ഒരു ചെറിയ പാർട്ട് ഉണ്ട്. ആ പാർട്ടിൽ നിന്നും ചെറുതായിട്ടുള്ള പൾസസ് ഓഫ് ഇമ്പൾസസ് എമിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. സോ ഇതിൽ നിന്ന് വരുന്ന ഈ ലോക്കസ് സെറൂലിയസിൽ നിന്ന് വരുന്ന ആക്സോൺസ് എന്താ ചെയ്യുക? ദേ റിലീസ് അനദർ ന്യൂറോ ട്രാൻസ്മിറ്റർ നോൺ ആസ് നോറെപ്പിനെഫ്രിൻ. ആൻഡ് അത് ഈ നമ്മുടെ കോർട്ടിക്കൽ റീജിയൻ, ബ്രെയിനിൻ്റെ കോർട്ടിക്കൽ റീജിയനിൽ ത്രൂ ഔട്ട് ആയിട്ട് നോറെപ്പിനെഫ്രിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യാനായിട്ട് കാരണമാവും ഈ ലോക്കസ് സെറൂലിയസിൻ്റെ ആക്സോൺസ്. അപ്പോൾ എന്താ പറ്റുക? ഈ നോറെപ്പിനെഫ്രിൻ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇൻക്രീസസ് ആക്ടിവിറ്റി ഓഫ് മോസ്റ്റ് ആക്റ്റീവ് ന്യൂറോൺസ് ആൻഡ് ഡിക്രീസസ് ആക്ടിവിറ്റി ഓഫ് ലെസ് ആക്റ്റീവ് ന്യൂറോൺ. നോറെപ്പിനെഫ്രിൻ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി നല്ലതായിട്ട് ഫയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ന്യൂറോൺസിൻ്റെ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുകയും അത്ര വളരെ ആക്റ്റീവ് അല്ലാത്ത ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി കാണിക്കുന്ന ന്യൂറോൺസിനെ ഫേർദർ അതിൻ്റെ അങ്ങനത്തെ ന്യൂറോൺസിൻ്റെ ആക്ടിവിറ്റി ഫേർദർ ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? സോ എൻഹാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അറൗസൽ കൊണ്ടുവരാനായിട്ട് കൂടുതൽ ലോക്കസ് സെറൂലിയസ് എന്ന് പറയുന്ന ആ ഒരു റീജിയണിൽ നിന്ന് വരുന്ന ആക്സോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റെസ്പോൺസിബിൾ ആണെന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ. സോ ദ റിസൾട്ട് ഈസ് എൻഹാൻസ്ഡ് അറ്റൻഷൻ ടു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് എൻഹാൻസ്ഡ് മെമ്മറി. സോ അറൗസലും അതുപോലെ എൻഹാൻസ്ഡ് അറ്റൻഷൻ, എൻഹാൻസ്ഡ് മെമ്മറി അതെല്ലാം കൊണ്ടുവരാനായിട്ട് ലോക്കസ് സെറൂലിയസ് റെസ്പോൺസിബിൾ ആണ്. സോ ലോക്കസ് സെറൂലിയസ് ഒരു ചെറിയ പോർഷൻ ആണ്, അത് ഇവിടെ കാണാൻ പറ്റും. സോ ഇതാണ് ലോക്കസ് സെറൂലിയസ്. ഈ യെല്ലോ റീജിയൻ കാണുന്നുണ്ടല്ലോ, അതാണ് ലോക്കസ് സെറൂലിയസ്. സോ ലോക്കസ് സെറൂലിയസ് ഓൾസോ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഇവോക്കിംഗ് അറൗസൽ. നെക്സ്റ്റ് റീജിയൻ ഇസ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസിൻ്റെ അകത്ത് ഒരു ഇന്റർമിങ്കിൾഡ് ന്യൂറോൺസ് ആണുള്ളത്. ഓക്കെ, ഒരുമിച്ചിരിക്കുന്ന പലതരം ന്യൂറോൺസ് ഉണ്ട്. അപ്പം അതിൽ ചിലത് വേക്ക്ഫുൾനെസ് പ്രൊമോട്ട് ചെയ്യുന്നു, ചിലത് സ്ലീപ്പാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. നമുക്ക് വേക്ക്ഫുൾനെസ് പ്രൊമോട്ട് ചെയ്യുന്ന 2 പാത്വേനെ കുറിച്ച് നോക്കാം. അപ്പോൾ ഹൈപ്പോതലാമസിൽ നിന്ന് എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ പാത്വേ ഉണ്ട്. ആ പാത്വേയിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്നത് ഹിസ്റ്റമിൻ ആണ്. ഹിസ്റ്റമിൻ എന്താണ് ചെയ്യുന്നത്? ഹിസ്റ്റമിൻ ഒരു എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ആൻഡ് ഓൾസോ അത് എവിടെയെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ അവിടെയെല്ലാം അത് വേക്ക്ഫുൾനെസ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ മറ്റൊരു
പാത്വേ ആണ് ഹൈപ്പോതലാമസിൽ നിന്ന് വരുന്ന വേറൊരു പാത്വേ ഉണ്ട്. ആ പാത്വേ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ഒരു ചെറിയ പെപ്റ്റൈഡ് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ പേരാണ് ഓറക്സിൻ ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹൈപ്പോക്രെറ്റിൻ. ഇത് രണ്ടും ഒരേ പെപ്റ്റൈഡിനെ തന്നെ സൂചിപ്പിക്കുന്ന രണ്ട് പേരുകളാണ്. ആൻഡ് ഇറ്റ് ഈസ് നെയിംഡ് സോ ബിക്കോസ് ഒരേ സമയത്ത് രണ്ട് ഡിഫറെൻറ്റ് സയൻറ്റിസ്റ്റിൻ്റെ ഗ്രൂപ്പ്സ് ആണ് അത് ഡിസ്കവർ ചെയ്തത്. അതുകൊണ്ട് രണ്ട് പേര് വന്നതാണ്. എനിവേ ഇറ്റ്സ് ഓൾ ദ സെയിം. രണ്ട് പേര് പറഞ്ഞാലും ശരിയാണ്. ഓക്കെ, അപ്പോൾ ഈ അടുത്ത ഒരു പാത്വേ ദാറ്റ് റിലീസസ് ഓറക്സിൻ ഓർ ഹൈപ്പോക്രെറ്റിൻ, ദേ എക്സ്റ്റെൻഡ് ഫ്രം ദ ഹൈപ്പോതലാമസ് ടു ദ ബേസൽ ഫോർബ്രെയിൻ ആൻഡ് മെനി അതർ ഏരിയാസ്. അപ്പോൾ ബേസൽ ഫോർബ്രെയിൻ എവിടെയാണ് ഇരിക്കുന്നത് നമുക്ക് നോക്കാം. ബേസൽ ഫോർബ്രെയിൻ എന്ന് പറയുന്ന റീജിയൻ ഇതാണ്. ഈ ലൈറ്റ് യെല്ലോ റീജിയൻ ആണ് ബേസൽ ഫോർബ്രെയിൻ എന്ന് പറയുന്ന റീജിയൻ. നമുക്കറിയാം ഇവിടെയാണ് ഹൈപ്പോതലാമസ് ഇരിക്കുന്നത്. അപ്പോൾ ഹൈപ്പോതലാമസിലെ ഒരു പാത്വേ ബ്രെയിനിന്റെ പല ഭാഗത്തേക്കും പോയിട്ട് ഹിസ്റ്റമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. മറ്റൊരു പാത്വേ ബേസൽ ഫോർബ്രെയിനിലേക്ക് അതുപോലെ കോർട്ടക്സിലേക്കും ഒക്കെ കണക്ട് ചെയ്യപ്പെടുന്നു. അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓറക്സിൻ അല്ലെങ്കിൽ ഹൈപ്പോക്രെറ്റിൻ എന്ന് പറയുന്ന പെപ്റ്റൈഡ് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പറ്റുക? ദേ ഓൾസോ എൻഹാൻസ് വേക്ക്ഫുൾനെസ് ആൻഡ് ആക്ടിവിറ്റി. അതും വേക്ക്ഫുൾനെസ്സും ആക്ടിവിറ്റിയാണ് എൻഹാൻസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഹൈപ്പോതലാമസിന്റെ വേക്ക്ഫുൾനെസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന റോൾ എന്ന് പറയുന്നത്. ഹൈപ്പോതലാമസിന്റെ വേറൊരു റീജിയൻ സ്ലീപ്പിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അത് നമുക്ക് നോക്കാം. ഇനി അടുത്ത ഒരു പോർഷൻ ഓഫ് ദ റെറ്റിക്കുലർ ഫോർമേഷൻ ദാറ്റ് പ്രൊമോട്ട് wakefulness is basal forebrain. നമ്മളത് കണ്ടു. ആ റീജിയൻ എവിടാണെന്ന് ഇപ്പോൾ കണ്ടു. ആൻഡ് ഇറ്റ്സ് എൻ ഏരിയ ജസ്റ്റ് ആൻറ്റീരിയർ ആൻഡ് ഡോർസൽ ടു ദ ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസിന്റെ മുകളിലായിട്ട് ഫ്രണ്ട് ഭാഗത്തേക്ക് ഇരിക്കുന്ന ഒരു പോർഷൻ ആണ് എന്ത് ബേസൽ ഫോർബ്രെയിൻ എന്ന് പറയുന്നത്. സോ ബേസൽ ഫോർബ്രെയിനിന്റെ സെൽസിന്റെ ആക്സോൺസ് ദേ എക്സ്റ്റെൻഡ് ത്രൂ ഔട്ട് ദ തലാമസ് ആൻഡ് സെറിബ്രൽ കോർട്ടെക്സ്. സെറിബ്രൽ കോർട്ടെക്സിലേക്കും തലാമസിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആക്സോൺസ് ആണ് ആർക്കുള്ളത്? ബേസൽ ഫോർബ്രെയിനുള്ളത്. ചിലത് വേക്ക്ഫുൾനെസ് ഇൻക്രീസ് ചെയ്യുന്നു ആൻഡ് ചിലത് വേക്ക്ഫുൾനെസ് ഇൻഹിബിറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പം ഈ പറയുന്ന എക്സിബിറ്റ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആക്സോണിക് എൻഡിങ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അസറ്റൈൽ കോളിൻ ആണ്. അസറ്റൈൽ കോളിനും ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് അസറ്റൈൽ കോളിൻ. അപ്പോൾ അസറ്റൈൽ കോളിൻ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ ബേസൽ ഫോർബ്രെയിൻ സെൽ ദാറ്റ് പ്രൊമോട്ട് വേക്ക്ഫുൾനെസ്. അപ്പോൾ എവിടുന്നെങ്കിലും ഒരു നെർവ് എൻഡിങ് ഫോർബ്രെയിനിൽ എൻഡ് ചെയ്യുകയും ആ നെർവ് എൻഡിങ്ങിൽ നിന്ന് അസറ്റൈൽ കോളിൻ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുവാണെങ്കിൽ ദാറ്റ് പ്രൊഡ്യൂസ്ഡ് അസറ്റൈൽ കോളിൻ വിൽ എൻഹാൻസ് ഓർ ഇറ്റ് സ്റ്റിമുലേറ്റ് ദ ബേസൽ ഫോർബ്രെയിൻ സെൽസ് ടു പ്രൊഡ്യൂസ് വേക്ക്ഫുൾനെസ്. അപ്പം ബേസൽ ഫോർബ്രെയിനിലും വേക്ക്ഫുൾനെസ് ഇവോക്ക് ചെയ്യുന്ന ഒരു കാര്യം നടക്കുന്നുണ്ട്. സോ ഇറ്റ് ഓൾസോ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഇവോക്കിംഗ് വേക്ക്ഫുൾനെസ്. ഇനി ബേസൽ ഫോർബ്രെയിൻ എവിടാന്ന് നമ്മൾ കണ്ടിരുന്നു. ഇനി അടുത്തൊരു പോർഷൻ ആണ് തലാമസ് എന്ന് പറയുന്നത്. തലാമസ് നോൺ സ്പെസിഫിക് തലാമിക് റീജിയൻ ആണ്. തലാമസിൽ അങ്ങനെ സ്പെസിഫിക് റീജിയൻസ് ഒന്നും ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. സോ നോൺ സ്പെസിഫിക് തലാമിക് റീജിയൻ ആണ്. അതിൽ തലാമസിന്റെ പല ന്യൂക്ലിയ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ന്യൂക്ലിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പല ഗ്രൂപ്പ്സ് ഓഫ് സെൽസിനെയാണ് നമ്മൾ ന്യൂക്ലിയ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പല ന്യൂക്ലിയയും തലാമസിലുണ്ട്. അതിൽ വെൻട്രോമീഡിയൽ, ഇൻട്രാലാമിനർ ആൻഡ് മിഡ് ലൈൻ ന്യൂക്ലിയ ആർ ഇൻവോൾവ് ഇൻ ദ ആക്ടിവേഷൻ ഓഫ് എൻറ്റയർ സെറിബ്രൽ കോർട്ടെക്സ്. അപ്പോൾ നമ്മൾ കുറേ ന്യൂക്ലിയ ഇവിടെ കാണുന്നുണ്ട്. ന്യൂക്ലിയ എന്ന് പറഞ്ഞ ഗ്രൂപ്പാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം 3 പെർട്ടിക്കുലർ ന്യൂക്ലിയ, അതായത് മിഡ് ലൈൻ തലാമിക് ന്യൂക്ലിയ എന്ന് പറയുന്ന ഈ ക്രീം കളറിൽ കാണുന്ന റീജിയൻ, അതുപോലെ ഇൻട്രാലാമിനാർ ന്യൂക്ലിയ എന്ന് പറയുന്ന ഈ റീജിയൻ, അതുപോലെ വെൻട്രോമീഡിയൽ ന്യൂക്ലിയ ഈ റീജിയൻ, ഈ 3 റീജിയൻസുമാണ് കോർട്ടെക്സിൽ എന്ത് ഇവോക്ക് ചെയ്യുന്നത്? വേക്ക്ഫുൾനെസ് ഇവോക്ക് ചെയ്യുന്നത്. Then these nuclei get tonic drive from reticular formation and in turn project diffusely to the cerebral cortex. അപ്പോൾ ഇവർ സെറിബ്രൽ കോർട്ടെക്സിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുകയും അവിടെയെല്ലാം എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? വേക്ക്ഫുൾനെസ് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഈ 3 ന്യൂക്ലിയസ് ആണ് പെർട്ടിക്കുലർ ആയിട്ട് മിഡ് ലൈൻ തലാമിക് ന്യൂക്ലിയ, ഇൻട്രാലാമിനാർ ആൻഡ് വെൻട്രോമീഡിയൽ ന്യൂക്ലിയ. അപ്പോൾ ഈ 3 ന്യൂക്ലിയ ആണ് കോർട്ടെക്സിലേക്ക് വേക്ക്ഫുൾനെസ് ഇവോക്കിംഗ് സിഗ്നൽസ് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ ന്യൂറൽ സബ്സ്ട്രേറ്റ്സ് ആണ് കണ്ടത്. ബ്രെയിനിന്റെ പല റീജിയൻസ്, പെർട്ടിക്കുലർലി റെറ്റിക്കുലർ ഫോർമേഷന്റെ പല റീജിയൻസും എങ്ങനെയാണ് വേക്ക്ഫുൾനെസ് ഇവോക്ക് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? ബൈ പ്രൊഡ്യൂസിങ് ഡിഫറെൻറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ. അത് കൾമിനേറ്റ് ചെയ്യുന്നത് ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ പ്രൊഡക്ഷനോട് കൂടിയാണ്. അപ്പം ന്യൂറൽ സബ്സ്ട്രേറ്റ് ഏതൊക്കെ ഭാഗങ്ങളാണ് ഇതിന് റെസ്പോൺസിബിൾ എന്ന് പറഞ്ഞു, ബ്രെയിനിന്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് റെസ്പോൺസിബിൾ എന്ന് പറഞ്ഞു. അടുത്തത് കെമിക്കൽ മീഡിയേറ്റേഴ്സ് ഓഫ് വേക്ക്ഫുൾനെസ് ആണ്.
അതിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വരുന്നുണ്ട്, അതുപോലെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ബോൺ പെപ്റ്റൈഡ്സ് വരുന്നുണ്ട്, ബ്ലഡ് ബോൺ പെപ്റ്റൈഡ്സ് വരുന്നുണ്ട്. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ബോൺ എന്ന് വെച്ചാൽ സംതിങ് ദാറ്റ് ഇസ് ഫൗണ്ട് വിത്തിൻ ദ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിലുള്ള പെപ്റ്റൈഡിനെയാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ബോൺ പെപ്റ്റൈഡ് എന്ന് വിളിക്കുന്നത്. അതുപോലെ ബ്ലഡിൽ കാണുന്ന പെപ്റ്റൈഡിനെയാണ് ബ്ലഡ് ബോൺ പെപ്റ്റൈഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പം എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്ന് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അതിൽ ആദ്യത്തേത് കാറ്റക്കൊളാമിൻസ് ആണ്. കാറ്റക്കൊളാമിൻസ് എന്ന് പറഞ്ഞാൽ നോർ എപ്പിനെഫ്രിൻ ആസ് വെൽ ആസ് എപ്പിനെഫ്രിൻ, അല്ലെങ്കിൽ അതിൻ്റെ വേറെ പേരാണ് നോർ അഡ്രിനാലിൻ ആൻഡ് അഡ്രിനാലിൻ. അത് നോർമലി നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അഡ്രിനൽ ഗ്ലാൻഡ് ആണ്. പക്ഷേ ചെറിയ തോതിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലോക്കസ് സെറൂലിയസ്, നമ്മൾ മുന്നേ കണ്ട ലോക്കസ് സെറൂലിയസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ അതുപോലെ തന്നെ ബ്രെയിൻ സ്റ്റെമിലും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവരെല്ലാം ഫോർ ബ്രെയിനിലേക്കാണ് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഈ പറയുന്ന നോർ എപ്പിനെഫ്രിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അത് കോർട്ടെക്സിനെ ആക്ടിവേറ്റ് ചെയ്ത് വേക്ക്ഫുൾനെസ് കൊണ്ടുവരുന്നു. അടുത്തൊരു എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് അസിറ്റൈൽ കോളിൻ, നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഹിസ്റ്റാമിൻ. ഓക്കെ, ഹൈപ്പോതലാമസിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഹിസ്റ്റമിൻ, അസിറ്റൈൽ കോളിൻ അവർ രണ്ടും എന്ത് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? വേക്ക്ഫുൾനെസ് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്തൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഗ്ലൂട്ടാമേറ്റ്. അതും ഒരു എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. സെറിബ്രൽ കോർട്ടെക്സിൽ നിന്നാണ് ഏറ്റവും കൂടുതലായിട്ട് ഗ്ലൂട്ടാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാണുന്നത്. അത് കോർട്ടിക്കൽ ആക്ടിവേഷൻ്റെ സമയത്താണ് ഈ പറയുന്ന ഗ്ലൂട്ടാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. ഒന്നെങ്കിൽ അത് മിഡ് ബ്രെയിൻ റെറ്റിക്കുലർ ഫോർമേഷൻ വഴി ആക്ടിവേഷൻ നടക്കുമ്പോഴും, അല്ലെങ്കിൽ നമ്മൾ സ്പോണ്ടേനിയസ് വെയ്ക്കിംഗ് ആ ഒരു സമയത്ത് നമ്മൾ സ്വന്തമായിട്ട് വേക്കപ്പ് ചെയ്യുന്ന സമയത്ത്, അതുപോലെ റെറ്റിക്കുലർ ആക്ടിവേഷനിൽ നിന്ന് വേക്ക്ഫുൾനെസ് ഇവോക്കിംഗ് സിഗ്നൽസ് കിട്ടുമ്പോഴുമാണ് കോർട്ടെക്സിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക? ഗ്ലൂട്ടാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ വേക്ക്ഫുൾനെസ്സിന് റെസ്പോൺസിബിൾ ആയ മറ്റൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് ഗ്ലൂട്ടാമേറ്റ് ആണ്. ഇനി അടുത്ത കാറ്റഗറി ആയിരുന്നു സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ബോൺ പെപ്റ്റൈഡ്. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൽ കാണുന്ന ചെറിയ പെപ്റ്റൈഡ്സ്, അവരും വേക്ക്ഫുൾനെസ് ഇവോക്ക് ചെയ്യാൻ റെസ്പോൺസിബിൾ ആണ്. സോ certain wakefulness promoting factors are present in the cerebrospinal fluid. Some of the peptides which have been known to produce wakefulness include substance P, hypothalamic releasing factors, and vasoactive intestinal പെപ്റ്റൈഡ്, VIP എന്നും വിളിക്കാറുണ്ട്. അപ്പം ഈ 3 പെപ്റ്റൈഡ്സ് ആണ് CSF-ൽ കാണുന്നത്. ആൻഡ് ദ ഫങ്ഷൻ these 3 peptides, they evoke wakefulness in the brain. അത് substance P ആണ്, hypothalamic releasing factors, as well as vasoactive intestinal peptide. ഇനി അടുത്ത കാറ്റഗറി ആണ് ബ്ലഡ് ബോൺ പെപ്റ്റൈഡ് എന്ന് പറയുന്നത്. ബ്ലഡ് ബോൺ പെപ്റ്റൈഡ് എന്ന് പറയുന്നത് വേക്ക്ഫുൾനെസ് പ്രൊമോട്ടിംഗ് ഫാക്ടർ ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് എപ്പിനെഫ്രിൻ ആൻഡ് ഹിസ്റ്റാമിൻ. സോ ദേ ഡു നോട്ട് ക്രോസ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ. ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറഞ്ഞിട്ട് ഒരു ബാരിയർ ഉണ്ട്. അത് നമ്മുടെ ബ്രെയിനിലേക്ക്, ബ്ലഡിൽ നമുക്കറിയാം ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് അല്ലേ. ചിലപ്പോൾ ടോക്സിൻസ് ഉണ്ടാകും, നമ്മൾ കഴിക്കുന്ന ഡ്രഗ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പം നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് വളരെ നമുക്ക് വൈറ്റൽ ആയിട്ടുള്ളൊരു ഓർഗനാണ്. അപ്പോൾ അതിലേക്ക് ഈ അനാവശ്യമായ അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും കയറി പോകാനായിട്ട് പാടില്ല. അപ്പോൾ അതിനെയൊക്കെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി ബ്രെയിനിൻ്റെ ചുറ്റുമുള്ള ഒരു ബാരിയറാണ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ. സോ ഈ ബാരിയർ കൂടെ കടന്നു വന്ന് വളരെ ചെറിയ സാധനങ്ങൾ മാത്രമേ ഇതിനകത്തൂടി, വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ അതിൻ്റെ അകത്തൂടി ഈസി ആയിട്ട് പാസ് ചെയ്ത് ബ്രെയിനിലേക്ക് പോവുള്ളൂ. സോ അത് ഗ്ലൂക്കോസ് പോകും, അതുപോലെ ഓക്സിജൻ, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതെല്ലാം ബ്രെയിനിൽ വൈറ്റലായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം ബ്രെയിനിലേക്ക് പെർമിറ്റ് ചെയ്യാൻ വേണ്ടി ബ്രെയിനിന് ചുറ്റുമുള്ള ഒരു ബാരിയറാണ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന എപ്പിനെഫ്രിനും ഹിസ്റ്റമിനും അവർ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യാറില്ല. പക്ഷേ അവർക്ക് സർക്കം വെൻട്രിക്കുലർ ഓർഗൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗൻ ഉണ്ട് ബ്രെയിനിൽ ചെറിയ സ്പേസസ് ഉണ്ട്. ദേ ആർ നോൺ ആസ് വെൻട്രിക്കിൾസ്. അപ്പോൾ ആ വെൻട്രിക്കിളിന് ചുറ്റും, സർക്കം വെൻട്രിക്കുലർ എന്ന് പറഞ്ഞാൽ എന്താ? വെൻട്രിക്കിളിന് ചുറ്റും ഇരിക്കുക. അപ്പോൾ വെൻട്രിക്കിളിന് ചുറ്റും ഇരിക്കുന്ന കുറച്ച് ഓർഗൻസ് ഉണ്ട് ബ്രെയിനിൽ. സോ അത് ബ്ലഡ് ബ്രെയിൻ ബാരിയറിൻ്റെ പുറത്താണ് ഇരിക്കുന്നത്. ബ്ലഡ് ബ്രെയിൻ ബാരിയർ ആ ഓർഗനിന് ചുറ്റും ഇല്ല. അപ്പോൾ എന്താ പറ്റുക? ഈ പറയുന്ന എപ്പിനെഫ്രിനും ഹിസ്റ്റമിനും ഒന്നും, ഹിസ്റ്റമിനൊക്കെ ഈ പറയുന്ന സർക്കം വെൻട്രിക്കുലർ ഓർഗനിലേക്ക് ആക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ അവർക്ക് കോർട്ടിക്കൽ അറൗസൽ ഈ സർക്കം വെൻട്രിക്കുലർ ഓർഗനിൽ പോയി ആക്ട് ചെയ്തിട്ട് കോർട്ടിക്കൽ അറൗസൽ കൊണ്ടുവരാനായിട്ടുള്ള കഴിവുണ്ട്. അതുപോലെ മറ്റൊരു ബ്ലഡ് ബോൺ പെപ്റ്റൈഡ് ആണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് എന്ന് പറയുന്നത് നമ്മുടെ
അഡ്രിനൽ കോർട്ടെക്സ്, അഡ്രിനൽ ഗ്ലാൻഡിന്റെ കോർട്ടെക്സ് എന്ന് പറയുന്ന റീജിയനിൽ നിന്നാണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അവരും ബ്ലഡ് ബ്രെയിൻ ബാരിയർ അവർക്ക് ഈസി ആയിട്ട് ക്രോസ് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് അവര് ഡയറക്റ്റ് ആയിട്ട് ഈ പറയുന്ന ബ്രെയിൻ സെൽസിൽ പോയിട്ട് ആക്ട് ചെയ്യാണ് ചെയ്യുക. സോ ദേ എൻഹാൻസ് അറൗസൽ ഇൻ സ്ട്രെസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കോർട്ടിസോളിന്റെ കാര്യം. കോർട്ടിക്കോയിഡ്സ് പറയുന്നത് അഡ്രിനൽ കോർട്ടെക്സിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ഹോർമോൺസ് ആണ്. അതിൽ മെയിൻ ആയിട്ടും ഉള്ളത് കോർട്ടിസോൾ ആണ്. ആൻഡ് വി ഹാവ് സീൻ ദി ഇഫക്റ്റ് ഓഫ് കോർട്ടിസോൾ